തിരുവനന്തപുരത്ത് CPM-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഊഹാപോഹങ്ങളും വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അയ്യപ്പേട്ടൻ? അത് മീര, ഇതിനകത്തെ ഈ നിയമസഭാ ഇലക്ഷന് മുമ്പേ നമുക്ക് വേറൊരു ഇലക്ഷൻ മുന്നിലുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിനെയൊക്കെ ബൈപ്പാസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഈ 8 മാസവും ഇതിൻ്റെ ഒരു ഓളം ഇതിനകത്ത് നിൽക്കും. കാര്യം സാമൂഹ്യ മാധ്യമങ്ങൾ അത്ര കണ്ട് അലർട്ടാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും കാണിക്കാൻ പറ്റില്ല. നമ്മൾ ഈ പറയുന്നതൊക്കെ തന്നെ അവരുടെ വാർ സ്ക്രീനിൽ അവരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഓരോ സ്പന്ദനവും അവർക്ക് ഓരോരുത്തർക്കും വാർ സ്ക്രീൻ ആയി കഴിഞ്ഞു. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഏതൊക്കെ സീറ്റുകൾ CPM-ന് നഷ്ടമാകുമെന്നാണ്. അതിൽ ആദ്യം സംശയം ഏത് സീറ്റിന്? വട്ടിയൂർക്കാവ് ഞാൻ താമസിക്കുന്ന സ്ഥലമാണ്. വട്ടിയൂർക്കാവ് എൻ്റെ നിയോജക മണ്ഡലമാണ്. വട്ടിയൂർക്കാവിൽ ഞാനിപ്പോൾ അവിടെ താമസമായിട്ട് 15 കൊല്ലം 20 കൊല്ലം ആവാറായി. ഈ 20 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ കണ്ടുപോയ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത് ബഹുമാനപ്പെട്ട കെ മുരളീധരനായിരുന്നു. കെ മുരളീധരൻ ആദ്യം സ്ഥാനാർത്ഥിയാകുമ്പോൾ NCP-യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഡിക്കിൽ നിന്നൊക്കെ അദ്ദേഹം മാറി കരഞ്ഞ് കാല് പിടിച്ച് കോൺഗ്രസ്സിൽ കയറിയതാണ്. അപ്പോൾ അനുതാപ തരംഗം അല്ലേ, അദ്ദേഹത്തോടുള്ള ഒരു അനുഭാവം, അദ്ദേഹത്തോടുള്ള സ്നേഹം. എൻ്റെ ഭാര്യയൊക്കെ വോട്ട് ചെയ്തു. എൻ്റെ രാഷ്ട്രീയം വേറെയാണ്. അവൾ എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ഇന്നാർക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചെയ്തതാണ്. അവളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർക്കങ്ങനെ സ്ത്രീകൾക്ക് എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമൊന്നുമില്ല. അവർക്ക് അപ്പോൾ തോന്നുന്നവർക്ക് അവർ വോട്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ രാഷ്ട്രീയം എൻ്റെ ഭാര്യക്കറിയാം. അവൾ പറഞ്ഞ് ഞാൻ വോട്ട് ചെയ്തു. അന്ന് മുതൽ പിന്നീട് ഞാൻ കണ്ടിട്ടുള്ള എല്ലാം കുറേ പടം സ്ഥാനാർത്ഥികളെ മുരളീധരനെ ജയിക്കാനായിട്ട് CPM ഇങ്ങനെ ഇറക്കി പരീക്ഷിച്ചിട്ടുണ്ട്. TN സീമ, ചെറിയാൻ ഫിലിപ്പ്, ഇങ്ങനെയുള്ള കുറേ പേരെയൊക്കെ അവരിങ്ങനെ ഇറക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് സന്തോഷം തോന്നിയ 2 തവണ കൊണ്ട് ജയിക്കുന്നത് VK പ്രശാന്താണ്. അത് CPM-ൻ്റെ എന്ന പാർട്ടി എന്ന സ്ഥാനാർത്ഥിയേക്കാൾ ഉപരി ഒരു ജനകീയനായ MLA. വടകരയിലേക്ക് കെ മുരളീധരൻ ഇവിടുന്ന് കൂട്ടിക്കെട്ടി പോയപ്പോഴത്തേക്ക്, അദ്ദേഹം MP ആകാൻ വേണ്ടി പോയപ്പോഴത്തേക്കാണ് ഒരു K മോഹൻകുമാർ മത്സരിക്കുന്നു, അദ്ദേഹം തോക്കുന്നു. പിന്നീട് കഴിഞ്ഞ തവണ വേറെ മറ്റൊരു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, കഴിഞ്ഞ തവണ പിന്നെ ഒരു ലക്ഷ്മി എന്നോ മറ്റോ ഒരു കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ്, ഒരു മഹതിയാണ് നിർത്തിയത്, അവർ തോറ്റുപോയി. അപ്പോൾ ഇതിൽ VK പ്രശാന്ത് എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു കഴിവ് കൊണ്ടാണ് അദ്ദേഹം മേയറായിരുന്നു, മേയർ ബ്രോയാണ്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന പോലെ പാർട്ടിക്ക് അതീതമായി എൻ്റെ മകളുടെ ആദ്യത്തെ വോട്ട് VK പ്രശാന്തിനാണ് കൊടുത്തത്. മകൾക്കും രാഷ്ട്രീയമില്ല, അവൾ പഠിക്കാൻ വിദ്യാർത്ഥിയാണ്, അവളെ പഠനത്തിനായിട്ട് അവൾ പോയി കഴിഞ്ഞു. അവൾ ആദ്യത്തെ വോട്ട് VK പ്രശാന്തിന് കൊടുത്തത്. എന്തുകൊണ്ടാണ്? അങ്ങനെ എൻ്റെ മകളെ പോലെയുള്ള കുറേ കൊച്ചു കുട്ടികൾക്ക് VK പ്രശാന്തിന് ഇഷ്ടമാണ്. കന്നി വോട്ടുകാരെല്ലാം 25 വോട്ടിനം കണ്ടാണ് അദ്ദേഹം. രാഹുൽ ഗാന്ധി വന്നു നിന്ന പോലെ വയനാട് രാഹുൽ ഗാന്ധികളൊക്കെ എത്ര ചെറുപ്പമാണ് ഈ VK പ്രശാന്തൊക്കെ. അപ്പോൾ VK പ്രശാന്ത് ജയിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും ഇനിയിപ്പോൾ K മുരളീധരൻ ഇവിടെ തിരിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കുറേ നായർ വോട്ടൊക്കെ അദ്ദേഹത്തിന് കിട്ടും. വട്ടിയൂർക്കാവ് നായർ വോട്ടിൻ്റെ സ്ഥലമാണ്. ഇത് വട്ടിയൂർക്കാവ് ആ മണ്ഡലം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള സ്ഥലമാണ്. ശാസ്തമംഗലം, വെള്ളയമ്പലം, ഗൗരീശവട്ടം, മുളവന, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. ഇതിൽ എൻ്റെ വീടൊക്കെ വരുന്നത് മുളവന എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ സർക്കാർ എംപ്ലോയീസ്, കുറേ ബിസിനസ്സുകാർ, നമ്മുടെ ഇവിടുത്തെ ഈ പനമ്പള്ളി നഗറിൻ്റെയൊക്കെ ഒരു സ്റ്റൈലാണ്. അത്രയും അല്ലെങ്കിലും പനമ്പള്ളി നഗറിൻ്റെയൊക്കെ ഒരു പകുതിയെങ്കിലും ഉണ്ട്. അപ്പോൾ ആ ഒരു പോഷ് സ്ഥലമാകുമ്പോൾ മധ്യവർഗത്തിൻ്റെ ആൾക്കാരുടെ സ്ഥലമാണ്. ആ വോട്ട് ഇദ്ദേഹത്തിന് കിട്ടി. അതും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനാണ് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടേക്കാണ് K മുരളീധരൻ വരാൻ പോകുന്നത്. അവിടെ VK പ്രശാന്തും K മുരളീധരനും തമ്മിൽ നല്ല മത്സരം നടക്കും. അപ്പോൾ ഈ നായർ വോട്ട്, മറ്റ് സമവാക്യങ്ങൾ എല്ലാം കൂടെ ചേരുമ്പോൾ ചിലപ്പോൾ VK പ്രശാന്ത് തോറ്റു പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ആര് വരും? അവിടെ K മുരളീധരൻ ചിലപ്പോൾ ജയിക്കും. അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരും. VK പ്രശാന്തിനെ അവിടെ നിന്ന് അവർ മാറ്റും. 2 പ്രാവശ്യം മത്സരിച്ചല്ലേ, പ്രശാന്ത് ഇനി മത്സരിക്കണ്ട, തോറ്റുപോയാൽ അത് നാണക്കേട്. അപ്പോൾ അവിടെ BJP ആരും നിർത്തും? അപ്പോൾ BJPക്ക് കഴിഞ്ഞ തവണ നിന്ന സ്ഥാനാർത്ഥി അത്ര ശക്തനൊന്നും ആയിരുന്നില്ല. കുമ്മനം ഒരിക്കൽ അങ്ങോട്ട് നിന്നിരുന്നു. കുമ്മനം, എനിക്കൊരു എൻ്റെ ഓർമ്മ ശരിയാണ്, കുമ്മനമാണോ അല്ല VV രാജേഷ് നിന്നിരുന്നു. കുമ്മനം ഒരിക്കൽ നേമത്ത് നിന്നിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതിലിപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ VK പ്രശാന്തിൻ്റെ മണ്ഡലം മാറ്റും, അവിടെ നിന്ന് മാറ്റിയിട്ട് മുരളീധരനെ ജയിക്കാനായ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. എന്നിട്ട് CPM-കാർ തന്നെ മുരളീധരനെ ജയിപ്പിച്ചോളും. അങ്ങനെ നടക്കുമോ? അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ പന്ന്യൻ രവീന്ദ്രനായിരുന്നു CPI-യുടെ സ്ഥാനാർത്ഥി. CPI ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശശി തരൂര്, ദെൻ രാജീവ് ചന്ദ്രശേഖർ. ഉച്ച കഴിഞ്ഞ് CPM-കാരെല്ലാം N ബ്ലോക്കായിട്ട് വോട്ട് ചെയ്ത് തരൂരിനാണ്. പാർട്ടിക്കാർ നിർദ്ദേശം ഉണ്ടായിരുന്നു. കാര്യം രാജീവ് ജയിക്കരുത്. രാജീവ് തോറ്റുപോയി 7000 വോട്ടിനാണ്. പക്ഷെ അപ്പോൾ ഇവിടെ കേൾക്കുന്ന സമവാക്യങ്ങളൊക്കെ മാറുന്നില്ലേ ഈ പറഞ്ഞ പ്രസ്താവനയിൽ? മീര, ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമവാക്യങ്ങളൊക്കെ ഈ പുറമേ ഉള്ളൊരു പറച്ചിലാണ്. അടിയിൽ കൂടെ പല അന്തർധാരകളുണ്ട്. പാർട്ടിയുടെ കണക്കെടുപ്പൊക്കെ പിന്നത്തെ കാര്യമാണ്. ഇവർക്ക് വ്യക്തമായ കണക്കുണ്ട്. മറ്റ് ഏത് പാർട്ടികളും, ഞാൻ ബൂത്തിലൊക്കെ ഇരുന്നിട്ടുള്ളതാണ്, അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കെന്ന് ഞാൻ പറയുന്നില്ല. ബൂത്തിലിരിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇന്ന വീട്ടിൽ നിന്ന് ഒരു വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് നമുക്കാണ് എന്ന് കൃത്യമായി ഇടതുപക്ഷത്തിനും അറിയാം, വലതുപക്ഷത്തിനും അറിയാം, BJPക്കും അറിയാം.
ഈ BJP-യെക്കാളും കോൺഗ്രസിനേക്കാളും ഇടതുപക്ഷത്തിനറിയാം. കണക്കെടുപ്പ് വരുമ്പോഴത്തേക്ക് വോട്ട് ചെയ്തതെല്ലാം അയ്യല്ല കൈപ്പത്തിക്കാണ് കുത്തിയെന്നുള്ളത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം പിന്നെ ഉണ്ടാവില്ല. വോട്ട് ചോർച്ച എന്നേ പിന്നെ പറയുള്ളൂ. അത് മേൽഘടകത്തിൽ നിന്നുള്ള ഇതായിരുന്നു കൈപ്പത്തിക്ക് കുത്തണം എന്നുള്ളത്. അതാണ് ഈ അനുഭാവികളും പാർട്ടി അംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അനുഭാവികൾ എന്നും അനുഭാവികളാണ്. അവർക്ക് കൂറും കാണും പാർട്ടിയോട്. പാർട്ടി മെമ്പർ എന്ന് പറയുമ്പോൾ അവൻ്റെ ജോലിയാണ്. പെയിൻ്റ് അടിക്കുന്നത് മുതൽ, ചുവരിടുന്നത് മുതൽ, അല്ലെങ്കിൽ പാർട്ടി ഓഫീസ് മുറി തൂക്കുന്നത് മുതൽ, തുടയ്ക്കുന്നത് മുതൽ, ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് പോലെയുള്ളൊരു ജോലിയാണ് അവർക്ക് പറഞ്ഞാൽ അവർ ചെയ്യും. ഇപ്പോൾ CIT തൊഴിലാളികൾ അവർ സ്വതന്ത്ര ട്രേഡ് യൂണിയൻകാരാണ്. അവർക്ക് CPM-നോടൊന്നും സ്നേഹമൊന്നും ഉണ്ടാവണമെന്നില്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്നേഹമൊന്നും ഉണ്ടാവണമെന്നില്ല. അവർ സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനം. ആരുടെ? CPM-ൻ്റെ. അവരത് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറയണ്ട. പിന്നെ അടുത്ത മണ്ഡലം ഏതായിരുന്നു? വട്ടിയൂർക്കാവ് നേമത്ത് കഴിഞ്ഞ തവണ ജയിച്ചത് V. ശിവൻകുട്ടിയാണ്. എന്തുകൊണ്ട്? K. മുരളീധരനെ പോലെ ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. കോൺഗ്രസ് കുറേ വോട്ട് പിടിച്ചു. അവിടെ BJP-യാണ് ശരിക്കും ജയിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ അവിടെ അദ്ദേഹം 1ാം സ്ഥാനത്ത് നിന്നാണ് ലോക്സഭയിൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടിയത്. രാജീവ് ചന്ദ്രശേഖറിന് 1ാം സ്ഥാനമാണ് കിട്ടിയത്. ഇപ്പോൾ അവിടെ മത്സരിക്കുമ്പോൾ ശിവൻകുട്ടിക്ക് എതിരായിട്ട് കോൺഗ്രസ് ഒരു ഡമ്മിയായിട്ട് ഒരു സ്ഥാനാർത്ഥി ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുള്ളൂ. ശിവൻകുട്ടി തോറ്റു. എനിക്ക് ഒന്നുകൂടെ ചോദിച്ചിട്ട് ഞാൻ സമ്മപ്പ് ചെയ്യാം. കഴക്കൂട്ടം ഇപ്പോൾ ജയിച്ചിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെയാണ് ഫൈറ്റ് ചെയ്തത്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ജനസമ്മതിയുള്ള ആ നേതാവിനോടൊപ്പം ഇടിച്ചിടിച്ചാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ നിരവധി അലിഗേഷനുകളുണ്ട്. കടകംപള്ളിയുടെ സ്വഭാവ ദൂഷ്യമൊക്കെ ഒരു വലിയ വിഷയമാണ്. അപ്പോൾ കടകംപള്ളി ഈ പറയുന്ന പോലെ അതിനു മുമ്പ് V. മുരളീധരനായിരുന്നു. V. മുരളീധരനെ ഇടിച്ചടിച്ചാൽ നിന്ന്. അപ്പോൾ ആ സീറ്റ് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. CPM-ന് BJP ഏറ്റവും നല്ലൊരു ലൈൻ ചിലപ്പോൾ V. മുരളീധരൻ തന്നെ നിന്നേക്കും. അവിടെ ഇപ്പോൾ ഒരു CPM-ന്റെ ഒരു വലിയ ഏരിയ കമ്മിറ്റി സെക്രട്ടറി തന്നെ മാറി BJP-യിൽ പോയല്ലോ. അവിടെ മംഗലാപുരത്തെ ഒരു നേതാവ്, പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം BJP V. മുരളി. അപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്യും? കോൺഗ്രസിനെ ഇനി ഏത് സ്ഥാനാർത്ഥി ഇട്ടാലും അവിടെ 3ാം സ്ഥാനമൊക്കെ പോകാനേ സാധ്യതയുള്ളൂ. ഒരു തവണ MA വാഹിദായിരുന്നു. കഴിഞ്ഞ തവണ വേറെ ആരോ മത്സരിച്ചിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. കാര്യം കഴക്കൂട്ടത്തൊന്നും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വമൊന്നും ഇപ്പോൾ വലിയതായിട്ട് ഏശത്തില്ല. കഴക്കൂട്ടം നേരത്തെ കോൺഗ്രസ് ജയിച്ച സ്ഥലമാണ്. വാഹിദ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ വട്ടിയൂർക്കാവിൽ നമുക്ക് K. മുരളീധരൻ മാത്രം വരുമെന്നേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. K. മുരളീധരനെ CPM ഇടുന്ന കാൻഡിഡേറ്റ് പോലെ ഇരിക്കും. ഇപ്പോൾ പ്രശാന്ത് ആണെങ്കിൽ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. പ്രശാന്ത് വന്നാൽ CPM വോട്ട് കൊടുക്കേണ്ട വോട്ടും നിഷ്പക്ഷ വോട്ടും പ്രശാന്തിന് കിട്ടും. മണ്ഡലത്തിൽ പ്രശാന്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പ്രശാന്തിനെ മാറ്റിയാൽ അത് നാണക്കേടല്ല. പ്രശാന്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ K. മുരളീധരൻ ജയിക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ വോട്ടിലേ K. മുരളീധരൻ ജയിക്കുകയുള്ളൂ. ജയിച്ചാൽ തന്നെയും. അല്ലെങ്കിൽ പ്രശാന്ത് ജയിച്ചാലും തുച്ഛമായ വോട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വട്ടിയൂർക്കാവ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ്. കഴക്കൂട്ടം BJP പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ്. പിന്നീട് നിയമമല്ലേ ചോദിച്ചാൽ നിയമവും BJP പ്രതീക്ഷിക്കുന്നതാണ്. രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഇതിൽ CPM-ന്റെ പോകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് ഞാനീ പറഞ്ഞതല്ല. പിന്നെ വേറൊന്നുകൂടെ പോകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ഇപ്പോൾ ശിവകുമാർ മത്സരിച്ച ആന്റണി രാജു ജയിച്ചൊരു മണ്ഡലമുണ്ട്. തിരുവനന്തപുരം ശരിക്കും തിരുവനന്തപുരം മണ്ഡലം തന്നെ തിരുവനന്തപുരം സെൻട്രൽ പോലൊരു സീറ്റാണത്. അതായത് ഭീമാപള്ളി, വലിയതുറ, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ കോസ്റ്റൽ ഏരിയയൊക്കെ ചേർന്നതാണ്. തിരുവനന്തപുരം, ചാല, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അത് വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ തവണ VS ശിവകുമാറിനെതിരെ ആന്റണി രാജു നിന്നതാണ്. ഈ പറഞ്ഞ സ്ഥലത്ത് നേമത്തും ഈ പറഞ്ഞ തിരുവനന്തപുരം ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്ന ആന്റണി രാജു ജയിച്ച മണ്ഡലവും ഈ മണ്ഡലവും ശരിക്കും പറഞ്ഞാൽ മുസ്ലിം വോട്ടുള്ള സ്ഥലമാണ്. കാര്യം മണ്ഡല പുനർനിർണ്ണയത്തിൽ ഇവരുടെയൊക്കെ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുവനന്തപുരം നോർത്ത് ഉണ്ടായിരുന്നു, തിരുവനന്തപുരം സൗത്ത് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ തിരുവനന്തപുരം സെൻട്രലാണ്. കറക്റ്റ്, ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരം സെൻട്രൽ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ എനിക്ക് പെട്ടെന്ന് ആ വാക്ക് കിട്ടാതെ പോയത്. അവിടെ ആ നിയോജക മണ്ഡലത്തിൽ മുസ്ലിം വോട്ട് വളരെയധികമുണ്ട്. SDPI ഉണ്ട്, PFI ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല പോപ്പുലർ ഫ്രണ്ടില്ലേ, അവരാണ് SDPI. അപ്പോൾ അതുകൊണ്ട് ആ മുസ്ലിം വോട്ടൊക്കെ നിർണായക ഘടകമാണ്. വട്ടിയൂർക്കാവിൽ നായർ വോട്ട് നിർണായക ഘടകമാണ്. തിരുവനന്തപുരം ജാതി നോക്കുന്ന സ്ഥലമാണ്, ജാതി സമവാക്യങ്ങളുടെ സ്ഥലമാണ്. ഒരു ഓഫീസിൽ പുതുതായിട്ട് ഒരാൾ ജോലിക്ക് കയറിയാൽ അയാൾ ഏത് ജാതി എന്നാണ് ആദ്യം അന്വേഷിക്കുന്നത്. റിസപ്ഷൻ മുതൽ ചോദിക്കും അയാൾ ഏത് ജാതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. ഞാൻ അവിടുത്തുകാരനായതുകൊണ്ട് എനിക്കിത് കൃത്യമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഈ 3 സ്ഥലങ്ങളുടെ കണക്കെടുക്കുമ്പോഴും നമ്മൾ പറഞ്ഞ് 4ാമതൊന്നും കൂടെ എടുക്കുമ്പോഴും കോൺഗ്രസിനൊരു സാധ്യതയുണ്ട്. കോൺഗ്രസിന് ഒരു സാധ്യത ഇതിൽ 1-2 മണ്ഡലങ്ങളിൽ കാണുന്നുണ്ട്. BJPക്കും സാധ്യതയുണ്ട്. ഒരു ഞാണമ്മ കളിയായിരിക്കും. CPM-നെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരിക്കും. കാര്യം ഭരണത്തിലിരുന്നുകൊണ്ട് കാണിച്ച വിക്രിയകൾ ചില്ലറയല്ല.
ദോഷം ചെയ്യും. പക്ഷേ അപ്പോൾ ഒരു സംശയം, ആ സംശയത്തിന് ഉത്തരം കൂടെ കിട്ടിയിട്ട് നമുക്ക് നിർത്താം. ഇത്രയും പറഞ്ഞ് 4 മണ്ഡലങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്, തിരുവനന്തപുരം BJPക്ക് സംരക്ഷണം കൊടുക്കുമെന്നുള്ളൊരു തോന്നലുണ്ടോ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട്, അവിടുത്തെ ഒരു രാഷ്ട്രീയം വെച്ചിട്ട്? ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം വളരെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം വളരെ മാറിയിട്ടുണ്ട്. BJPക്കാണ്. കോൺഗ്രസിൽ നിന്ന് കുറേ അസംതൃപ്തരും CPMലെ കുറേ അസംതൃപ്തരും BJPക്ക് ഒപ്പമാണ്. അതുകൊണ്ട് BJPക്ക് സാധ്യതയുണ്ട്. ഒരു മാറ്റമല്ല, ഒരു വോട്ട് ചോർച്ച, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന വോട്ടുകളിൽ കുറവ് സംഭവിക്കും. CPMനെ പ്രതീക്ഷിക്കുന്ന വോട്ടുകളിൽ കുറവ് സംഭവിക്കും. അത് കിട്ടുന്നത് BJPയിലേക്കായിരിക്കും. കോൺഗ്രസിന് അത്ര വലിയ സാധ്യതയില്ല.